പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിന്റെ അകത്തിരിക്കുന്ന ഗുപ്തൻ അവിടെയുള്ള കാഴ്ചകൾ കണ്ട് അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന ഇൻസ്പെക്ടർ ഗുപ്തനോട് പേരും നാടും വീടും എല്ലാം ചോദിക്കുകയാണ്. ഗുപ്തൻ സത്യം പറയുന്നത് കേട്ട് പട്ടുപിടിച്ചതുപോലെ ഇരിക്കുകയാണ് ഇൻസ്പെക്ടർ ഗുപ്തനോട് ആ വീട്ടിന്റെ അകത്ത് കയറി നോക്കിയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ മോതിരം മിസ്സായ കാര്യവും ഒരു ആത്മാവ് ആ വീട്ടിലുള്ള കാര്യവും പറയുന്നു. അത് കേൾക്കുന്ന ഇൻസ്പെക്ടർ ദേഷ്യം കൊണ്ട് അലറി വിളിക്കുകയാണ്. എന്നിട്ട് ഗുപ്തനോട് ലെഫ്റ്റനന്റിന്റെ വീട്ടിൽ നിന്ന് എന്ത് ഇൻഫർമേഷൻ എടുക്കാനാണ് വന്നതെന്നും നിങ്ങൾ ഏത് തീവ്രവാദ ഗ്രൂപ്പിലുള്ളവരാണെന്നും ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന ഗുപ്തൻ പിന്നെ ഈ യമലോകത്തിന്റെ കാര്യവും മോതിരത്തിന്റെ കാര്യവും ആത്മാവിന്റെ കാര്യവും പറയുന്നത് കേട്ട് തല പൊട്ടും പോലെ തോന്നുന്ന ഇൻസ്പെക്ടർ എത്രയും പെട്ടെന്ന് ഇയാളെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിടാൻ പറയുമ്പോൾ ഗുപ്തൻ അവിടെ നിന്ന് സന്തോഷത്തോടെ പോവുകയാണ്. അടുത്ത സീനിൽ അരുന്ധതി എന്തിനായിരിക്കും മഹേശ്വരി വിഷം കഴിച്ച് അഭിനയിച്ചതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയം അവിടേക്ക് മഹേശ്വരിയും കൊണ്ട് മഹേന്ദ്ര വരുന്നു. റൂമിൽ വരുന്ന മഹേശ്വരിയോട് എന്തിനാണ് വിഷം കഴിച്ചതെന്ന് ചോദിക്കുകയാണ് മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും. അപ്പോൾ മഹേശ്വരി അവരോട് സോറി പറയുകയാണ്. ഇതെല്ലാം വീഡിയോയിലൂടെ അരുന്ധതി കേൾക്കുന്നു. മഹേന്ദ്ര മഹേശ്വരിയോട് ആരുവിനെ പോലെയല്ല നീ വളരെ സ്ട്രോങ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്ന് നീ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് എന്റെ മനസ്സിൽ നീ ഒന്നുമല്ലാതെ ആയിപ്പോയി എന്ന് പറയുകയാണ്. അത് കേട്ട് കരഞ്ഞുകൊണ്ട് മഹേശ്വരി സോറി മഹേന്ദ്ര എന്ന് പറയുകയാണ്. മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും മരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ പറയുകയാണ്. അത് കേൾക്കുന്ന മഹേശ്വരി മഹേന്ദ്ര പറഞ്ഞ കാര്യം പറയുകയാണ്. മഹേന്ദ്ര മഹേശ്വരിയോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞ കാര്യം അത് കേട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നും എനിക്ക് ഈ ലോകത്ത് ആരും അല്ലാതെ വേറെ ആരുമില്ല എന്നും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായി പോകും എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് മഹേശ്വരി. ഇതെല്ലാം കേൾക്കുന്ന അരുന്ധതിക്ക് ദേഷ്യം വരുന്നു. പെട്ടെന്ന് പോകാൻ പറഞ്ഞപ്പോൾ എവിടേക്ക് പോകണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് ഇപ്പോൾ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് ആരുമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അരുന്ധതിയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ചതെന്ന് മഹേശ്വരി പറയുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അരുന്ധതിയും മഹേന്ദ്രനും. മഹേന്ദ്ര മഹേശ്വരിയോട് നിന്റെ ജീവിതം ഈ വീട്ടിന് എന്റെ മക്കൾക്കും വേണ്ടി നശിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത്. നിനക്ക് ആരുമില്ല എന്ന് തോന്നണ്ട, നിനക്ക് ഞാനും ഉണ്ട്, ഇവിടെയുള്ള എല്ലാവരും നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് ആരും എങ്ങനെയായിരുന്നു അതുപോലെയാണ് നീയും, നിനക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാമെന്ന് മഹേന്ദ്ര പറയുന്നത് കേട്ട് വിഷമത്തോടെയും ഞെട്ടലോടെയും നിൽക്കുകയാണ് അരുന്ധതി. പാർവതി മഹേശ്വരിയെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊന്നും ഇനി ചെയ്യരുതെന്നും പറഞ്ഞിട്ട് മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും അവിടെ നിന്നും പോകുന്നു. പാർവതി ലീലയും മഹേശ്വരിയെ ഒന്ന് ഡൗട്ടോടെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവളെന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നതെന്ന് ലീലയോട് മഹേശ്വരി ചോദിക്കുമ്പോൾ പാർവതിക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുന്നു. ആ സമയം മഹേശ്വരിയുടെ അടുത്തേക്ക് കുട്ടികൾ വരുന്നു. കുട്ടികളെ കാണുന്ന മഹേശ്വരി കുട്ടികളോട് വളരെ വിഷമത്തോടെ സംസാരിക്കുകയാണ്. അത് കേൾക്കുന്ന കുട്ടികൾ മഹേശ്വരി അവരെ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും പട്ടിണി കിടത്തുകയും ചെയ്തപ്പോൾ അവരോട് സ്നേഹമില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. ഞങ്ങൾ ആന്റിക്ക് തരുന്ന ടെൻഷൻസ് കാരണമാണ് ആന്റി സൂയിസൈഡ് ചെയ്തത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആന്റിക്ക് ഞങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. ഇതെല്ലാം കേൾക്കുന്ന അരുന്ധതി കുട്ടികളോട് മഹേശ്വരിയുടെ വാക്കുകളൊന്നും വിശ്വസിക്കരുത്, അവൾ നല്ലവളല്ല എന്നൊക്കെ പറയുകയാണ്. മഹേശ്വരി കുട്ടികളോട് നിങ്ങളുടെ അമ്മ ഡയറക്റ്റായി സ്നേഹിക്കും, ഞാനും നിങ്ങളുടെ അച്ഛനും മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും ഞങ്ങൾ സ്ട്രിക്റ്റ് ആകും, കാരണം സ്നേഹം കൂടുതൽ കൊണ്ടാണ്, നിങ്ങൾ എന്റെ മക്കളല്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന അരുന്ധതി ദേഷ്യത്തോടെ അവർ എന്റെ മക്കളാണ്, നിന്റെ മക്കളല്ലേ എന്ന് അലറി വിളിച്ച് പറയുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ അമ്മ ഇല്ലാത്തതിന്റെ കുറവ് ഞാൻ മാറ്റുമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് മഹേശ്വരി. അത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അരുന്ധതി. അഞ്ജലി മഹേശ്വരിയോട് ആന്റി ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുമെങ്കിൽ പിന്നെ കെയർടേക്കറിന്റെ ആവശ്യമില്ല എന്ന് മഹേശ്വരിയോട് പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അരുന്ധതി. മിസ് മദർ ഇവിടെ നിന്ന് പോയാൽ ഈ രാക്ഷസി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അരുന്ധതി പറയുന്നു. തുടർന്ന് കുട്ടികൾ അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.